exchange. പദ്ധതിയാണ്. അതിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഞാൻ എവിടെയും പറയുമായിരുന്നു, കറുത്ത പൊന്നിൻ്റെ മുകളിൽ പട്ടിണി കിടക്കുന്നവരാണ് കേരളത്തിലുള്ളവരെന്ന്. നമ്മുടെ ധാതു സമ്പത്ത് നമുക്ക് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള ധാതു സമ്പത്ത് നമുക്കുണ്ട്. പക്ഷേ നമുക്കത് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. നമുക്ക് KMML നമ്മുടെ ഒരു അഭിമാനകരമായ പൊതുമേഖലാ സ്ഥാപനമാണ്. പക്ഷെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് ഒരു ടണ്ണിന് 1,65,000 രൂപ മാത്രമാണ് വില. നമ്മൾ ടൈറ്റാനിയം സ്പോഞ്ച് അത് VSSയുമായി വളരെ നാമമാത്രമായ ഒരു പ്രൊഡക്ഷനാണ് അവിടെ തുടങ്ങിയത്. പക്ഷേ ആ തുടക്കത്തിന് ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം ലോകത്തിലെ 7ാമത്തെ രാജ്യമായി ഇന്ത്യ രാജ്യം മാറി. KMML വളരെ പരിമിതമായ തോതിൽ ടൈറ്റാനിയം സ്പോഞ്ച് ഉൽപാദനം തുടങ്ങിയ സമയത്ത് നമ്മുടെ രാജ്യത്തിന് തന്നെ അതൊരു നേട്ടമായിട്ട് വന്നു. പക്ഷെ അതും വളരെ നാമമാത്രമായിരുന്നു. ഇപ്പോൾ സെയിലുമായി ചേർന്നിട്ടുള്ള ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യം ആകുന്നതോടുകൂടി ആരംഭഘട്ടത്തിൽ തന്നെ 10,000 ടണ്ണ് ഉൽപ്പാദിപ്പിക്കുന്ന ടൈറ്റാനിയം സ്പോഞ്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റായിട്ട് മാറുന്നു. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഉപയോഗം ഏറ്റവും നല്ല നിലയിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി ഇന്ത്യ രാജ്യം മാറുന്നു. ഈ സ്പോഞ്ച് അത് വീണ്ടും നമ്മൾ ഉരുക്കി അത് ടൈറ്റാനിയം മെറ്റൽ ആക്കുമ്പോഴത്തേക്ക് ടൈറ്റാനിയം സ്പോഞ്ചിന് ഏതാണ്ട് 10 ലക്ഷം രൂപ വിലയാണെങ്കിൽ ടൈറ്റാനിയം മെറ്റലിന് 18 ലക്ഷം മുതൽ 40 ലക്ഷം വരെയാണ്. വാല്യൂ അഡീഷൻ എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് കേരളത്തിൻ്റെ വ്യവസായ വികസനം മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുവായ ഒരു കാഴ്ചപ്പാടിൽ ഒരു വലിയ ഒരു മുന്നേറ്റമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല.